ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായി, ഏകദേശം ഒരാഴ്ചയോളൊക്കെ ആയിട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് റീസൺ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കും എന്താ പറയുക, എല്ലാവർക്കും ജലദോഷവും അതുപോലെ തന്നെ പനിയൊക്കെ പിടിച്ചു. മാറി വരുന്നേ ഉള്ളൂ, എൻ്റെ കുറച്ചിങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. ചുമ നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ മൊത്തത്തിൽ വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഉണ്ടാവാതിരുന്നത് ഇത്രയും ദിവസം. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ എൻ്റെ ഒരു ഹെൽത്തിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബി വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഇപ്പം എനിക്ക് 36th വീക്ക് കഴിയാറായി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു 36th വീക്കിൽ ചെറിയൊരു ഒരു അനുഭവം ഉണ്ടായി, ഒരു എക്സ്പീരിയൻസ്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും വരാം. അപ്പോൾ നിങ്ങളതിനെ കുറിച്ചൊരു ബോധേഡാണെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒരു 36th വീക്കിൽ ഒരു അപ്ഡേറ്റ് എന്നുള്ള പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് C-സെക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോസിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ C-സെക്ഷൻ പറഞ്ഞ എനിക്ക്, സാധാരണ നമ്മൾ C-സെക്ഷൻ ഒരാൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ PV ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ നോർമൽ ഡെലിവറി ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും PV ചെയ്യേണ്ട, അതായത് ഉള്ളു പരിശോധിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പം ഞാനിങ്ങനെ എനിക്ക് സിസേറിയൻ പറഞ്ഞതുകൊണ്ട് PV ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു 36th വീക്കിൽ എനിക്ക് PV ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കോൾഡ്, അതായത് ഏകദേശം ഒരാഴ്ച, ഇപ്പോൾ 2 ആഴ്ചയോളമായി കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരാഴ്ച ഞാൻ നോക്കി മെഡിസിൻ കഴിക്കാൻ, കുറേ ഗുളികകൾ ഉണ്ടില്ലെങ്കിൽ തന്നെ. അപ്പോൾ വേറെ എക്സ്ട്രാ ഗുളികകൾ വേറെ കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ചയോളം നോക്കി. പക്ഷേ നന്നായിട്ട് ചുമ കൂടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചുമ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര വില്ലനാണെന്നുള്ളത്. കാരണം നമുക്ക് ഡേറ്റ് അടുക്കുമ്പോൾ വയറെന്തായാലും താഴോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ചുമയ്ക്കാൻ ഭയങ്കര പ്രഷറായിരിക്കും, നല്ല സ്ട്രെസ്സായിരിക്കും, ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് കഫക്കെട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ, പിന്നെ അതുപോലെ തന്നെ നെബുലൈസ് ചെയ്യാൻ തന്നിട്ടുണ്ട് മെഡിസിൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് മാറിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കും കഫക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെഡിസിനൊക്കെ വാങ്ങിച്ച് വന്ന് ഇപ്പം ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 ഡേയ്സിനാണ് എനിക്ക് മെഡിസിൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചുമ അങ്ങനെ കുറഞ്ഞിട്ടില്ല. 5 ഡേയ്സ് കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതായത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 13th ആയിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്, അതായത് ചെക്കപ്പ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെക്കപ്പ് വരുന്നത് എനിക്ക് 10th ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഒരു ലാസ്റ്റ് സ്കാനിങ് ആണുള്ളത്. നമുക്ക് 9th മന്തിലെ സ്കാനിങ് ആണുള്ളത്. അപ്പോൾ അന്ന് ചെല്ലണം. അപ്പോൾ അത് നമ്മൾ 13th പോയിട്ട് പിന്നെ ഈ ഒരു കോൾഡ് വന്നതിന് ശേഷം പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു 36th വീക്കിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്ന മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി നമുക്ക് വൈറ്റ് കളർ ഡിസ്ചാർജ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എനിക്കത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോർമലി നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. ചിലപ്പോൾ സ്റ്റിക്കി ആയിട്ട്, എനിക്ക് നോർമലി സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ എണീച്ചിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് സ്റ്റിക്കി ആയിട്ടല്ല, ജസ്റ്റ് വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. നമ്മുടെ എന്താ പറയുക, പാൻറ്റീസിൽ ഇങ്ങനെ ഒലിക്കുന്ന പോലത്തെ ഒരു ടൈപ്പായിരുന്നു അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് തോന്നി. കാരണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ അങ്ങനെ ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സ്റ്റിക്കി ആയിട്ടാണ് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു വാട്ടർ ആയിട്ടുള്ള ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു.
അപ്പം ഞാൻ എന്താ പറയുക ഏട്ടനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ അമ്മോട് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 10-11 മണി വരെ നോക്കി. രാവിലത്തെ ആ ഒരൊറ്റ ടൈമിൽ മാത്രമേ കേട്ടോ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ അതായത് പേഷ്യൻസിനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ തിരിച്ചു വിളിച്ചു. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് ജസ്റ്റ് ഒരു വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇന്നൊരു മോർണിംഗ് പോയതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോരെ, കാരണം നമുക്ക് ചിലപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പം നമ്മുടെ എനിക്ക് സി സെക്ഷൻ ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പി വി ഒന്നും ചെയ്യില്ല, കാരണം പി വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ പി വി എന്ന് പറയുന്നത്, കാരണം പെയിൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ പി വി ചെയ്യണം എന്ന് പറഞ്ഞു, കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പി വി ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഡോക്ടർ, അതായത് വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് എന്നെ നോക്കുന്ന ഡോക്ടർക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് സി സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാം ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. അപ്പോൾ വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നെ കൺസൾട്ട് ചെയ്തത് ആ ഒരു ഡോക്ടറാണ് പി വി ചെയ്തത്. അപ്പോൾ പി വി ചെയ്യാനായിട്ട് തന്നെ ആ റൂമിലേക്ക് എന്നെ കിടത്തിയപ്പോൾ തന്നെ എനിക്ക് ഫുള്ളായിട്ട് പേടിയാവാൻ തുടങ്ങി. ഇപ്പോൾ ഡേറ്റ് അടുക്കുന്നതോറും നമുക്ക് ചെറിയ രീതിയിലുള്ള ടെൻഷൻസൊക്കെ വരുന്നുണ്ട്. ഇത്രയും ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡേറ്റ് അടുക്കുന്നതോറും നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അതൊക്കെ വരുമ്പോൾ ടെൻഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നതല്ലേ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്നെ നേഴ്സ് പി വി ചെയ്യാനായിട്ട് ബെഡിൽ കിടത്തി. എന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഞാൻ എണീച്ചിരുന്നു, കാരണം പേടിയായിട്ട്. ഡോക്ടർ വരാൻ കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് എന്നോട് എന്താ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇപ്പോൾ എത്രാമത്തെ വീക്കാണ് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ നമുക്ക് പി വി ചെയ്യണം എന്ന് പറഞ്ഞു. പി വി ചെയ്താലെയാണ് നമുക്ക് എന്താണ് വാട്ടർ ബ്രേക്കേജ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ പ്രശ്നം എന്നുള്ളത് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫിസിഷ്യനെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്യാൻ പി വി ചെയ്തു. അപ്പോൾ പി വി ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരും. അതായത് നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണ് കൂടുതലും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല പ്രശ്നം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടും ഹൈജീനിക് അല്ലാത്തൊരു ബാത്റൂമിൽ പോകാനുള്ള മടിയൊക്കെ കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് എനിക്ക് പറ്റിയത്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ പോയിട്ട് നിൻകുട്ടിനെ കാണാൻ വേണ്ടി നാട്ടിലേക്കൊക്കെ പോകാറുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ പെട്രോൾ പമ്പോ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ ഒരു എന്താ പറയുക സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ പിടിച്ചു നിർത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആലോചിച്ച് നോക്കിയപ്പോഴാണ് അങ്ങനെ ഡോക്ടർ പറയുകയും ചെയ്തു, ഇങ്ങനൊരു സിറ്റുവേഷൻ അതായത് ഇങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ നമുക്ക് ബ്ലാഡർ ഫുള്ളാവുമ്പോൾ നമുക്ക് ഇനി ഇൻഫെക്ഷൻ വരും. അതിനൊരു വേർഡ് പറഞ്ഞു, അതെന്താണെന്നുള്ളത് ഞാൻ ആ പേടി കാരണം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമാണ്, ആ ഒരു ഇൻഫെക്ഷനാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം കാണിച്ചത് നന്നായി. കാരണം കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുന്നതിന് മുന്നേ, കാരണം നമുക്ക് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ്, അപ്പോൾ കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുന്നതിന് മുന്നേ കാണിച്ചത് എന്തായാലും നന്നായി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നത് എന്താ പറയുക, ഈ ഒരു യൂറിൻ
പാസ് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മളത് പിടിച്ചു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതായത് പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നി, നിങ്ങളത് പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ എനിക്ക് ഡോക്ടർ 3 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു, ഇൻസേർട്ട് ചെയ്യാനുള്ള മരുന്നാണ് തന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ ആ ഒരു വൈറ്റ് ഡിസ്ചാർജ് അവർ കളക്ട് ചെയ്തിട്ട് അത് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 4 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് ഇൻഫെക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ട് വരുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ പോയിട്ട്. അപ്പോൾ ഇനി 2 ദിവസം കൂടി എടുക്കുന്നുണ്ടാവും തോന്നുന്നു എനിക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും എന്താ പറയുക പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഞാനിപ്പോൾ പേടിച്ച പോലെ തന്നെ നിങ്ങളും പേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഇപ്പോൾ ഡേറ്റ് അടുക്കും തോറും നമുക്കിപ്പോൾ 36 വീക്ക് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി പ്രതീക്ഷിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ ചേഞ്ചസ് വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അയ്യോ എൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തോ, അതുപോലെ തന്നെ വാട്ടർ ബ്രേക്ക് ആയോ, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഡൗട്ടുകൾ അടിക്കും. അങ്ങനെ നമ്മൾ പേടിക്കാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ ഹറിബറി ആയിട്ട് നമ്മളിങ്ങനെ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പേടിക്കും. ഞാൻ പേടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് പിടിച്ചു നിർത്തരുത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഒരു 2 ഡേയ്സും കൂടി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടിയതിന് ശേഷമാണ് ബാക്കി ആൻറ്റിബയോട്ടിക് കഴിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഡോക്ടർ തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഇനി എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് 10-ാം തീയതിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 10-ാം തീയതി തന്നെ വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയിൽ വേറെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ലേറ്റ് അടുക്കും തോറും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു 36th വീക്കിലൊരു എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളിങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയിട്ട് നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം. കാരണം ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ അല്ലാതെ ഹൈജീനിക് അല്ലാതിരുന്ന് കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ അല്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിൽ വെച്ചോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യം പറയാനാണ്, പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് പറയാനും കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഒരു 36th വീക്കിലെ അപ്ഡേറ്റ് എന്നുള്ള പോലെ. പിന്നെ ഈ ഒരു കാര്യമല്ലാതെ ഇപ്പോൾ 36th വീക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ക്ഷീണമാണ്. എപ്പോഴും കിടക്കണം, ഉറക്കമില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. നമ്മളെപ്പോൾ കിടന്നാലും, പകൽ കിടന്നാലും രാത്രി കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഉറക്കമില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ ഒട്ടും ഉറക്കമില്ല. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കോൺട്രാക്ഷൻസും ഫാൾസ് പെയിനും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും 10th പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ്ങിൽ നോക്കിയതിന് ശേഷം എന്നാണ് അഡ്മിറ്റ് ആവാൻ അന്ന് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഡോക്ടർ. അപ്പോൾ നമുക്ക് 10th അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാം, എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കിയതിന് ശേഷം ആ ഒരു വീഡിയോ കേട്ടോ. സോറി.
അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ. ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ഷീണം, അതുപോലെ തന്നെ നമുക്ക് കിതപ്പ്, പിന്നെ ഓരോ വേദനകൾ, കാല്, നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് വേദനകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു 36th വീക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിയാറായി എനിക്ക് തോന്നുന്നു. മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് തന്നെ 36th വീക്ക് കഴിയും. അപ്പോൾ 37th വീക്കിലാണ് എനിക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് മറന്നു, എനിക്ക് TT എടുത്തു കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഡോസ് മാത്രം, അതായത് ബൂസ്റ്റർ ഡോസ് മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ചെക്കപ്പിന് പോയപ്പോൾ എനിക്ക് TT എടുത്തു. അതെടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് പിറ്റേ ദിവസമാണ് എനിക്ക് ഈ കോൾഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു TT എടുത്തതിൻ്റെ. അപ്പോൾ ഐസ് ബാഗ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഐസ് ബാഗ് വെക്കേണ്ടതായിട്ടുള്ള പെയിനൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയ രീതിക്കുള്ള കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ TT എടുത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്കാനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ബേബി വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു എന്താ പറയുക നിമിഷം. കാരണം 36th വീക്ക് കഴിഞ്ഞാൽ നമുക്ക് 37th വീക്കിൽ അല്ലെങ്കിൽ 38th വീക്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെലിവറി പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, അതായത് 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വേറെ വീഡിയോസ് എടുക്കാനായിട്ടുള്ള മൂഡ് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഒരു എക്സ്പീരിയൻസും ഉണ്ടായി. അപ്പോൾ അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും ഇത് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതായത് എനിക്ക് വന്ന പോലെ ഞാൻ പേടിച്ചു. അപ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കില്ല എല്ലാവരും. നമ്മുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരാം, നല്ല വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.